മുഖം എങ്ങനെയുണ്ട്? കുറച്ച് താത്തി പിടിച്ചോ മൈക്ക്. മുഖം എങ്ങനെയുണ്ട്? മുഖം സുന്ദരി. താത്തി പിടിച്ചോ മൈക്ക്. എങ്ങനെയാ? ഹലോ, നേരെ നോക്കി പറ. ഇന്ന് ഞാൻ വന്നത് എന്നും സൂര്യയുടെ മുഖമല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഇന്ന് ഞാനും കൂടി അങ്ങ് യൂട്യൂബ് എടുക്കാൻ കൂടാമെന്ന് വെച്ചു. എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ പൂച്ചകളെ പറ്റിയാണല്ലോ അവൾ പറയണത്. എല്ലാ പൂച്ചകൾക്കും ഓരോ കഥകളുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആ റോഡിൽ ഈ വേസ്റ്റ് എല്ലാം ആൾക്കാർ കൂട്ടിയിട്ടുണ്ട്. അവിടെ ഈ പൂച്ചകളെ കൊണ്ട് ആൾക്കാർ കൊണ്ടുവന്നിടും. അപ്പോൾ ഈ പൂച്ചകൾ കയറി ഇവിടെ ഒരു സൂര്യയുടെ വീടുണ്ട്. ഏതായാലും ഇന്നത്തെ ഫുഡ് സൂര്യയുടെ വീട്ടിൽ നിന്നാവാം എന്നോർത്ത് ഓരോന്നുങ്ങൾ കയറി വരും. ഇവിടെ വരുമ്പോൾ ഞാൻ മറ്റുള്ള പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കണ്ടാവും. ഇവിടുത്തെ പൂച്ചകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വേവിച്ച് അതിൽ ചോറ് കുഴച്ചാണ് ഞാൻ കൊടുക്കാറ്. പട്ടിക്കാണെങ്കിലും അങ്ങനെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പട്ടി ഇപ്പം ഇല്ല. അപ്പം ഈ പൂച്ചകളെല്ലാം വന്ന് തിന്നും. പിന്നെ ഇവിടത്തെ ആവും പൂച്ചകൾ. ഓരോ പൂച്ചകൾക്കും ഓരോ പേരുണ്ട്. പണ്ടൊക്കെ ഒത്തിരി പേരുകളുള്ള പൂച്ചകളുണ്ടായിരുന്നു. ഇപ്പം പൂച്ചകൾ കുറവായ കാരണം പേരുകളും കുറഞ്ഞു. ഒരെണ്ണത്തിൻ്റെ പേര് ശങ്കരൻ, ഒരെണ്ണത്തിൻ്റെ പേര് ലുട്ടാപ്പി, ഒരെണ്ണത്തിൻ്റെ പേര് വൈറ്റി, ഒരെണ്ണത്തിൻ്റെ പേര് 5-8 ഉള്ള കാരണം പേരൊക്കെ മറന്നു പോവാ. കുഞ്ഞാവ, അങ്ങനെ ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം കൂടി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഡോറ. പുള്ളിക്കാരൻ്റെ വിചാരം ഡോറ രാജകുമാരിയാണെന്നാണ് വിചാരം. കുമാരിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് തന്നത്. ഡോറ രാജകുമാരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്നു. ഇവിടെ വന്നപ്പോൾ അത് രാജകുമാരനായിരുന്നു, ഡോറ രാജകുമാരൻ. അപ്പോൾ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ചുറ്റും അതുമാത്രം പെണ്ണാന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആണായി. പക്ഷേ എല്ലാ ആമ്പൂച്ചകളും അതിൻ്റെ പിറകെ ഇങ്ങനെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞാണ് അവിടെ ഇരിക്കുന്നത്. ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ പൂച്ചകളെ പറ്റി. ഇനി പിന്നെ ഞാൻ വരാം. ഇതാണ് കേട്ടോ അമ്മ പറഞ്ഞ ഡോറ രാജകുമാരൻ. ഈ പൂച്ചയുടെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിങ്ങനെ വേണമെന്നല്ല, പുറത്തേക്ക് ഓടിപ്പോവും. അതാണ് പ്രശ്നം. നമ്മുടെ തൊട്ട് മുമ്പിൽ റോഡാണേ. അപ്പോൾ നമ്മൾ കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ വിടുന്ന സമയത്ത് കെട്ടിയിടും. ബാത്റൂമിൽ പോകാനും ഒക്കെ ആവശ്യങ്ങൾക്കൊക്കെ കെട്ടിയിടും. അപ്പോൾ വീടിനുള്ളിലാണെങ്കിൽ കെട്ടിയിടത്തില്ല. അപ്പോൾ കാരണം പുറത്ത് പട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സേഫ് അല്ല. അതുകൊണ്ടാണ് പുറത്ത് പോണ സമയത്ത് കെട്ടിയിടുന്നത്. ഇത് ആള് ഭയങ്കര സോഫ്റ്റാണ്. എൻ്റെ ഒരു ഇൻസ്റ്റയിലുള്ളൊരു സുഹൃത്ത്, പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ആ പൂച്ച വളർത്താൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കിതിനെ കിട്ടിയത്. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു പൂച്ചയുണ്ട്, നോക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇതിനെ കൊണ്ടുവന്നത്. ഇത് നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ പൂച്ചയാണ്. കുഞ്ഞാവ എന്നാണ് പേര്. ബ്ലാക്കിന്നും വിളിക്കും, പക്ഷെ കുഞ്ഞാവ എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുക. ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. കാരണം ആള് എത്ര ഭക്ഷണം കഴിച്ചാലും ചിലവരുടെ മനുഷ്യന്മാർ പറയില്ലേ, ചിലവരുടെ ശരീരത്തിൽ എത്ര കഴിച്ചാലും ദേഹത്ത് പിടിക്കൂല എന്ന്. അതുപോലെയാണ്. നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ദേഹത്ത് പിടിക്കൂല. എനിക്ക് തോന്നുന്നു ഭയങ്കര കുസൃതിയും കളിയൊക്കെ ഉള്ളൊരു പ്രായമായതുകൊണ്ടായിരിക്കും ദേഹത്ത് പിടിക്കാത്തത്. അപ്പം നമ്മുടെ വീട്ടിലെ പെറ്റാണ്. വീടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നോളും. ഈ പൂച്ചകളുള്ളപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് എത്ര വൃത്തിയാക്കിയാലും വൃത്തികേടായിക്കൊണ്ടിരിക്കും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കുഞ്ഞാവ ആദ്യമായിട്ട് വന്നപ്പോൾ നമ്മുടെ ഡോറയെ സോപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വീട്ടിൽ കയറിയത്. നമ്മുടെ അടുത്തൊന്നും ആദ്യം ഇണങ്ങത്തില്ലായിരുന്നു. ഡോറയായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പോൾ ഡോറയും കുഞ്ഞാവയും ഭയങ്കര കൂട്ടാണ്, ഭയങ്കര ബെസ്റ്റീസാണ്. ഇതിൻ്റെ പേര് വൈറ്റി എന്നാണ്. ഇതിനെ അച്ഛനാണ് കൊണ്ടുവന്നത്. ഇതൊരു കടയില്ലേ, ഈ ഓയിൽ ഷോപ്പിൽ നിന്ന് ആരോ കൊണ്ടു കളഞ്ഞിട്ട് അച്ഛൻ അതിനെ വണ്ടിയുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. ഇതിനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വൈറ്റിയുടെ ചെറുപ്പകാലമാണെന്ന്. അല്ല കേട്ടോ, ഇത് ഈ ഇടയ്ക്ക് വന്നു കയറിയൊരു പൂച്ചയാണ്. എവിടെ നിന്ന് വന്നു എന്നൊന്നും അറിയത്തില്ല. ഇതിന് തൽക്കാലം അമ്മ ലുട്ടാപ്പി എന്നാണ് പേരിട്ടേക്കുന്നത്. വൈറ്റിയുടെ സെയിം ഡ്യൂപ്പ്. ഞാനും അമ്മ ഇങ്ങനെ തമാശയ്ക്ക് പറയും, ഈ പണ്ടത്തെ ഈ നസീർ ജയൻ്റെയൊക്കെ സിനിമകളിൽ ബ്രദേഴ്സ് ഇങ്ങനെ സോപ്പ് പൊട്ടിയായിട്ടൊക്കെ വരത്തില്ലേ, എന്നിട്ട് നീ എൻ്റെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയില്ല, അതുപോലെയാണ് ഏകദേശം. ഇപ്പോൾ ഈ വൈറ്റിയുടെ ദേഹത്ത് ചെറിയ പാച്ചസ് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ കഥ ഞാൻ പറയാം കേട്ടോ. ഒരു ചെറിയ പൊള്ളൽ നമ്മൾ 2-3 പൂച്ചകൾക്ക് ഉണ്ടായി. അതെങ്ങനെ സംഭവിച്ചു എന്നറിയത്തില്ല. ആ പൊള്ളലിൽ ഇപ്പോൾ റിക്കവറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്.
ആരോ എന്തോ ചെയ്തതാണ്, എവിടെയോ പുറത്തു പോയ സമയത്ത് പൊള്ളലേറ്റതാണ്. ഇത് ശങ്കരനും ഈ പൊള്ളലേറ്റു കേട്ടോ, അതാണ് അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഭക്ഷണമൊന്നും കഴിക്കില്ലായിരുന്നു. ഈ 3 പൂച്ചകളും വേറൊരു പൂച്ചകളുണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്താം. ഭക്ഷണമൊന്നും കഴിക്കാണ്ട് അതാണ് ഇങ്ങനെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ പാടുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് മിണ്ടാപ്രാണികളാണ്, കാണാൻ ഭംഗി കുറഞ്ഞു, അല്ലെങ്കിൽ കാണാൻ ഇച്ചിരി വൃത്തികേടായി, പൊള്ളുമ്പോഴത്തേക്ക് നാച്ചുറലി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബ്ലഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് കളയാൻ പറ്റും, എന്തൊക്കെ പറഞ്ഞാലും ഒരു മിണ്ടാപ്രാണിയല്ലേ. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ പറയും കളയാനൊക്കെ, പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ മനസ്സ് വന്നിട്ടില്ല കളയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പേര് കുരുപ്പെന്നാണ്. കുഞ്ഞതായിരുന്നു കേട്ടോ. ഇത് ഞാൻ ആരോ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഒറ്റ ഓട്ടം കൊടുത്തു. ആ ചേച്ചിയെ ഞാൻ കണ്ടു. ഇത് പക്ഷെ ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര പാവമാണ്. നമ്മുടെ എല്ലാവർക്കും ഒരു പെറ്റുണ്ടാവും ഭയങ്കര ഇഷ്ടമുള്ള, ആ പൂച്ചയാണ് ഞങ്ങളുടെ പെറ്റാണിത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ എല്ലാ പുരുഷന്മാരാണ്, ഇതിലാകെ ഉള്ള ഒരു പെൺതരിയാണ്. പേര് ചൊച്ചുണ്ടാപ്പിളി എന്നാണ് ഫുൾ നെയിം. ഈ പൂച്ചയ്ക്കൊരു കഥയുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് 2 പട്ടികൾ വന്നു കഴിഞ്ഞാൽ പിടിച്ചു. തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതിൻ്റെ കഴുത്തൊരു പട്ടിയുടെ വായിലും ഉടൽ ഒരു പട്ടിയുടെ വായിലുമായിരുന്നു. പക്ഷെ എങ്ങനെയോ രക്ഷപ്പെടുത്തി എടുത്തു, ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഇപ്പോൾ ആളെ ഓക്കെയാണ് കേട്ടോ.